الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും പാപങ്ങളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ? അള്ളാഹു അതെല്ലാം അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ ഇനി ശേഷിക്കുന്ന ഭാഗം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ഷിഫ നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ഒക്കെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഓരോ മനുഷ്യൻ്റെയും എല്ലാ ഇടപാടുകളും അവൻ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ അവൻ്റെ മരണത്തോടുകൂടി അവസാനിക്കും. നമ്മൾ ചെയ്യുന്ന കച്ചവടം, നമ്മൾ നേടിയെടുക്കുന്ന സമ്പാദ്യം, അങ്ങനെ ഭൗതിക അർത്ഥത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ എന്തെല്ലാം നേടുന്നുണ്ടോ അതെല്ലാം മരണത്തോടു കൂടി അവസാനിക്കും. നമ്മുടെ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പോകും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകും. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ മാത്രം നിലനിൽക്കുന്ന ഒരു ആശയ സംഹിതയല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കാറുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരിച്ചാൽ ഇത് തീരുന്നതല്ല ഇവൻ്റെ ലോകം. മരണത്തോടു കൂടി വലിയൊരു ലോകം വേറൊരു വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിൻ്റെ ഓരോ അഹ്കാമുകളും വിധിവിലക്കുകളും നിയമങ്ങളുമൊക്കെ അത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നത് മരണത്തോടു കൂടി തീരുന്നു എന്ന നിലക്കല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നമ്മളൊക്കെ വളരെയേറെ ചർച്ച ചെയ്യേണ്ടുന്ന, പക്ഷെ നമ്മൾ ചർച്ച കുറഞ്ഞു പോയ, നമ്മൾ ഉമ്മത്ത് പലപ്പോഴും അശ്രദ്ധയിലാകുന്ന ഒരു മേഖലയാണ് വസിയ്യത്ത് എന്ന മേഖല. ഒരുപക്ഷെ വാക്ക് നമുക്ക് അത്ര പരിചയമുണ്ടാവുകയില്ല. പഴയ ആളുകളൊക്കെ ഞാൻ വസിയ്യത്തായി പറയുന്നു, ഞാൻ എനിക്ക് വസിയ്യത്ത് നൽകുന്നു എന്നൊക്കെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ ഇതെന്താണ് ഇത് ശർഈയായി ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മേഖലകൾ എന്തൊക്കെയാണ്, ശർഈ ഇതിന് നൽകുന്ന കാഴ്ചപ്പാട് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പരിശുദ്ധമായ ദീൻ കൃത്യമാണ് എന്നതിൻ്റെ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൈവികമായ ആശയ സംഹിതയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദീനിൻ്റെ ഓരോ വിധിവിലക്കുകളും. അതിൽപ്പെട്ടതാണ് വസിയ്യത്ത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ 60-70 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അവൻ ഒരുപാട് സമ്പത്തുകൾ നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെതായ കുറേ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്നു. ആ ഇടപാടിൻ്റെ ഇടയിൽ അവന് കുറേ അങ്ങോട്ട് കടം കൊടുക്കാനുണ്ടാകുന്നു, ഇങ്ങോട്ട് കടം കിട്ടാനുണ്ടാകുന്നു. അങ്ങനെ ബാധ്യതകളുമായിട്ടാണ് ഓരോ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകുന്നത്. അള്ളാഹു നമുക്കൊക്കെ മരണം നൽകുമ്പോൾ കടക്കെ വീടിയിട്ട് റാഹത്തിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒന്നുകിൽ ഇങ്ങോട്ട് കിട്ടാനുണ്ടാകും, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകും. ഇങ്ങനെ ഇല്ലാത്ത അവസ്ഥയിൽ മരണപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും.
പരിശുദ്ധമായ ശരീഅത്ത് ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഓരോ നിയമവും നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽപ്പെട്ട നിയമമാണ് വസിയത്ത് എന്ന് പറയുന്നത്. എന്താണ് വസിയത്ത് എന്നതിൻ്റെ ഉദ്ദേശം? ഒരു മനുഷ്യൻ മരണത്തിന് മുമ്പ് തൻ്റെ ഇടപാടുകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക, തൻ്റെ മരണത്തിന് ശേഷം ചെയ്യാൻ വേണ്ടി. ഇതാണ് വസിയത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തത് തനിക്കുള്ള സമ്പത്ത് അല്ലെങ്കിൽ തനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ അത് ഏതെങ്കിലും മാർഗത്തിൽ വിനിയോഗിക്കപ്പെടുക എന്നതിനപ്പുറത്തേക്ക് അത് മരിച്ചു കഴിഞ്ഞാലും എനിക്ക് ഉപകാരപ്പെടുന്ന സമ്പത്താക്കി മാറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് മാറ്റണം എന്ന ചിന്തയോടുകൂടി അത് ഇന്ന മാർഗങ്ങളിലൊക്കെ ചെലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ചില പ്രത്യേക ഏരിയകളിലേക്ക് തിരിച്ചുവിടാൻ, സദഖകളായിട്ടും വഖഫുകളായിട്ടുമൊക്കെ തിരിച്ചുവിടാനുള്ള ഉപാധിയാണ് വസിയത്ത് എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യനും അവകാശപ്പെട്ടതല്ല, അവൻ യോജിച്ചതല്ല, ലഹു ഷൈഉൻ യുരീദു അൻ യൂസി ഫീഹി, അവൻ്റെ അടുക്കൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, ഭൂമിയുണ്ട്, പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി അവന് ഒരുപാട് സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ അവന് അത്രയും സ്വത്തുക്കളുണ്ട്. ഇത് ഒരു രാത്രി ഇവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ശറഇന്റെ നിയമപ്രകാരം അവനൊന്നും വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം പരിഗണിക്കുക, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് കടം വീട്ടാനുണ്ടോ എന്നാണ് പരിശോധിക്കുക. കടം അവൻ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? കടം ആർക്കും കൊടുക്കാനില്ല, ക്ലിയറാണ്. രണ്ടാമത് നോക്കുന്നതില്ലെങ്കിൽ അതിനോടുകൂടെ തന്നെ ചർച്ച ചെയ്യുന്നത് അവൻ സക്കാത്ത് കൊടുത്ത് വീട്ടാനുണ്ടോ, സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ കച്ചവടത്തിൻ്റെയോ അല്ലെങ്കിൽ സൂക്ഷിപ്പായി വെച്ചതിൻ്റെ സക്കാത്ത് കൊടുത്ത് വീടാനുണ്ടോ? അതുമില്ല. അവൻ ഹജ്ജ് നിർബന്ധമായിട്ട് ഹജ്ജ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? അതുമില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഈ സമ്പത്തിനാണ് എടുക്കേണ്ടത്. കടം കൊടുക്കാനുണ്ട് എങ്കിൽ ഈ സമ്പത്ത് നിന്നായിരിക്കണം അവൻ്റെ കടങ്ങളൊക്കെ വീട്ടപ്പെടേണ്ടത്. സക്കാത്ത് കൊടുക്കാനുണ്ടായിരുന്ന 5 വർഷത്തെ സക്കാത്ത് അവൻ കൊടുത്തിട്ടില്ല, വലിയ സ്ഥാപനം അവൻ നടത്തുന്നുണ്ട്, അതവിടെ കടമായി കിടക്കുകയാണ്, അത് അള്ളാഹുമായി ബന്ധപ്പെട്ട കടമാണ്. ആ കടം ഈ സമ്പത്തിൽ നിന്നാണ് വീട്ടേണ്ടത്. ഇനി ഈ പറഞ്ഞതുപോലെ ഹജ്ജ് അവൻ ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം അവനുണ്ടായിരുന്നു, സമ്പത്തും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, എങ്കിൽ അവൻ്റെ അനന്തരാവകാശം വീതിക്കുന്നതിന് മുമ്പ് ഈ സമ്പത്തിൽ നിന്നും അവൻ്റെ ബന്ധുക്കളെയോ മറ്റോ ഒരാളെ അയച്ച് ഹജ്ജ് ചെയ്യിപ്പിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ കടം കൊടുക്കാനില്ല, സക്കാത്ത് കൊടുത്തു വിടാനില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, എല്ലാം ക്ലിയറാണ്. പിന്നെ നമ്മൾ നോക്കുക ആ ഉള്ള സമ്പത്ത് അത് എത്ര പണമാണെങ്കിലും ശരി നിലവിലുള്ള അവൻ്റെ ബന്ധുക്കൾക്കിടയിൽ അനന്തരാവകാശ സ്വത്തായി വീതിക്കപ്പെടും. അതിന് ചില ആളുകളെ ശറഅ് പരിഗണിച്ചിട്ടുണ്ട്. മാതാവ്, പിതാവ്, മകൻ, മകൾ, അതുപോലെ തന്നെ ഭാര്യ, ഇവർക്കൊക്കെയാണ് അടിസ്ഥാനപരമായി വിധിക്കപ്പെടുക. ഇവരില്ലാതാകുന്ന പശ്ചാത്തലത്തിൽ വേറെ ചില ആളുകൾക്ക് കൊടുക്കും. അപ്പൊ ഈ സമ്പത്ത് മുഴുവനായി ഇവരുടെ കൈകളിലേക്ക് പോവും. അവരൊരു പക്ഷെ സദഖ ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ കച്ചവടത്തിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടേക്കാം. ഇതൊന്നും തന്നെ ഈ മരിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജാരിയായ സദഖയായി അയാൾക്ക് ഇത് ലഭിക്കൂല. ജാരിയ സദഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഖബറിലെ അക്കൗണ്ടിലേക്ക് നന്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല എല്ലാ ആളുകൾക്കും 2 അക്കൗണ്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കറണ്ടും സേവിങ്സ് അക്കൗണ്ട് ഉള്ളതുപോലെ ഓരോ മനുഷ്യനിക്കും 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് പ്രൈമറി അക്കൗണ്ടും 2 സെക്കൻഡറി അക്കൗണ്ടും. എന്താ പ്രൈമറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, പ്രൈമറി അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുന്ന നന്മകൾ, ഞാൻ ചെയ്ത നന്മകൾ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ചെയ്ത നന്മകളുടെ സവാബാണ് പ്രൈമറി അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുക. ഞാൻ ചെയ്ത നിസ്കാരം, ഞാൻ ഓതിയ ഖുർആൻ ഷരീഫ്, ഞാൻ ചൊല്ലിയ ദിക്ർ, എൻ്റെ വിശ്വാസം, എൻ്റെ അമലുകൾ, ഇതാണ് പ്രൈമറി അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുക. രണ്ടാമതൊരു അക്കൗണ്ട് ഉണ്ട്, സെക്കൻഡറി അക്കൗണ്ട്. എന്താ സെക്കൻഡറി അക്കൗണ്ടിനെ കൊണ്ടുള്ളൂ? അതിൻ്റെ മെച്ചം എന്താണ്? അതിൻ്റെ കാര്യം എന്താണ്? ഞാൻ ഒരാൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തു, അയാൾ അതനുസരിച്ച് അമൽ ചെയ്തു. ഇത് സെക്കൻഡറി അക്കൗണ്ടിലേക്ക് പോവുക. കാരണം അത് ഞാനല്ല അവിടെ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസിൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലും പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രൈമറി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണ്. ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളെ പൈസ മൊത്തം ബാങ്ക് എടുക്കല്ലോ ചെയ്യുക, അതിനൊരു നോമിനി വെച്ചു കൊടുക്കും, ആ നോമിനിയിലേക്ക് പോകും. ഇവിടെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് പ്രൈമറി അക്കൗണ്ട് ക്ലോസ് ചെയ്യും. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ആ ലോകം മാറി. പിന്നെ സെക്കൻഡറി അക്കൗണ്ട് അപ്പോഴും ഓപ്പണായി കിടക്കുകയാണ്. ഞാൻ ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ കിണർ കുഴിച്ചു കൊടുത്തു, ആ കിണറിൽ നിന്നും ആരെല്ലാം ജീവനുള്ള എന്തെല്ലാം വസ്തുക്കൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ സവാബ് ഈ സെക്കൻഡറി അക്കൗണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ സ്വത്ത് അനന്തരാവകാശികൾക്ക് കിട്ടി എന്നതുകൊണ്ട് അത് ഈ പറഞ്ഞതുപോലെ സദഖത്തുൻ ജാരിയയിൽ ഒരിക്കലും പെടൂല. അതുകൊണ്ടാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടി പഠിപ്പിച്ചത്, നിന്റെ കയ്യിൽ
നിന്റെ മരണശേഷം കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, മാ ഹഖ്ഖും മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, ലഹു ഷൈഉൻ, അവന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, യുരീദു അൻ യൂസിയ ഫീഹി, അവൻ ആഗ്രഹിക്കുന്നത് അത് നന്മയുടെ മാർഗത്തിൽ വസിയത്ത് ചെയ്യണമെന്നാണ്, എങ്കിൽ യബീതു ലൈലതൈനി ഇല്ലാ വസിയത്തുഹു മക്തൂബത്തുൻ ഇൻദ, അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ച ആളുടെ കയ്യിൽ ആ വസിയത്ത് എഴുതിയിട്ടുണ്ടാകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമുക്ക് എന്താ ഉറപ്പുള്ളത്? നമ്മൾ ഭയങ്കര പ്ലാനിങ്ങിലാണ്, ഭയങ്കര പ്ലാനിങ്. 5 വർഷം കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞാൽ, 15 വർഷം കഴിയുമ്പോൾ എൻ്റെ ബിസിനസ് എവിടെക്കും, എത്ര അതിൻ്റെ സർവീസുകൾ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഏതൊക്കെ സ്റ്റേറ്റുകളിൽ വരും, ഏതൊക്കെ ജില്ലകൾ, നമ്മളിങ്ങനെ ഭയങ്കര പ്ലാനിങ്ങിലാണ്. പക്ഷേ ആ പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് മരണം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ മരണം എപ്പോൾ സംഭവിച്ചാലും എനിക്ക് നന്മ ലഭിക്കാനുള്ള മാർഗമായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് കേട്ടതിന് ശേഷം അദ്ദേഹം പറയാണ്, ഞാൻ ഈ ഹദീസ് കേട്ടതിന് ശേഷം എന്ന് ഉറങ്ങിയാലും ശരി, അന്ന് എൻ്റെ അടുക്കൽ വസിയത്ത് എഴുതി വെച്ച കരാറ്, ആ പത്രിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു. അത്ര ഗൗരവമുള്ള വിഷയമാണ് വസിയത്തിൻ്റെ വിഷയം. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറയുകയാണ്, കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ്യ ലിൽവാലിദൈനി വല്ലഖറബീന ബിൽ മഅറൂഫ്. കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അറബിയിൽ അല്ലെങ്കിൽ ഖുർആൻ ഷരീഫിൽ കുതിബ എന്ന പദം ഉപയോഗിക്കപ്പെട്ടാൽ അത് അടിസ്ഥാനപരമായി നിർബന്ധമാണ് എന്ന അർത്ഥത്തിലാണ്. എന്തെങ്കിലും വേറെ തെളിവുണ്ടെങ്കിൽ അത് പിന്നെ സുന്നത്തോ മറ്റൊന്നുള്ള അർത്ഥത്തിലേക്ക് പോകും. നിങ്ങളുടെ മേൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു. എന്താ നിയമമാക്കിയത്? ഇദാ ഹളറ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണാസന്നമായാൽ, മരണാസന്നായ എന്നാണ് സക്കറാത്തിന്റെ ഹാലല്ല ഉദ്ദേശം, മരണാസന്നമായ രോഗത്തിലേക്ക് പോയാൽ, രോഗത്തിലേക്ക് കടന്നു, നമുക്കറിയാം ഈ രോഗം മരണത്തിലേക്ക് ചെന്നെത്തുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, തഖ്വ നൽകട്ടെ. ആ ആസന്നമായ മരണത്തിന്റെ ഘട്ടത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇൻ തറക ഖൈറൻ, അവന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ, ഏക്കർ കണക്കിന് സ്ഥലവും ഒരുപാട് സമ്പത്തും ഒക്കെ അവന്റെ കയ്യിലുണ്ടെങ്കിൽ, അവൻ ചെയ്യേണ്ട കാര്യം, അവന് നിർബന്ധമായ കാര്യം അൽ വസിയ്യ, അവൻ വസിയത്ത് ചെയ്യണം. നീതിമാനായ, പക്വതയുള്ള, അറിവും കഴിവൊക്കെയുള്ള ഒരാളെ വിളിക്കണം. 2 ആളുകളെ സാക്ഷികളായി നിർത്തിയിട്ട് പറയണതാ, ഞാൻ എൻ്റെ സമ്പത്തിന്റെ ഇത്ര ഭാഗം അള്ളാഹുവിന് വേണ്ടി, ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിന് സ്വതക്കയായി, അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി എൻ്റെ സമ്പത്തിനെ ഞാനിതാ മാറ്റിവെച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്നവൻ പറയണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ്. ആദ്യം പറഞ്ഞത് ലിൽ വാലിദൈനി വല്ലഖറബീൻ, മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യണം, വല്ലഖറബീൻ, ബന്ധുക്കൾക്ക് വസിയത്ത് ചെയ്യണം. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അനന്തരാവകാശ നിയമം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പാണ് ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും പ്രത്യേകം വസിയത്ത് ചെയ്യണമെന്ന് വന്നത്. ഇന്നിനിപ്പോൾ ആ മാതാപിതാക്കൾക്കും അനന്തരാവകാശ സ്വത്ത് കിട്ടുന്ന ആളുകൾക്ക് പ്രത്യേകം വസിയത്ത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വസിയത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ഓഹരിയുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ ഉമ്മക്കും വാപ്പക്കും 6-1 അത് കിട്ടും, അത് കൃത്യമാണ്. മക്കളില്ലെങ്കിൽ 3-1 അത് കൃത്യമാണ്. എൻ്റെ ഭാര്യ മക്കളുണ്ട് എങ്കിൽ 8-1 കിട്ടും, അത് കൃത്യമാണ്. മക്കളുണ്ട് എങ്കിൽ, മക്കളില്ല എങ്കിൽ 4-1 കിട്ടും, മക്കളുണ്ടെങ്കിൽ 8-1 കിട്ടും. അപ്പൊ അവിടെ വസിയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാത്ത ബന്ധുക്കൾ, അതല്ലാത്ത നമ്മുടെ സൗഹൃദ വലയങ്ങൾ, അതല്ലാത്ത ആവശ്യപ്പെട്ട ആളുകൾ, അവർക്ക് വസിയത്ത് ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നു. ബിൽ മഅറൂഫ്, നല്ല നിലക്ക് വസിയത്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത്, പൊതുവിലെ സമ്പന്നരായ ആളുകളും അവരുടെ കുടുംബവും മക്കളൊക്കെ തമ്മിൽ പല ഇടങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും പ്രശ്നത്തിലായിരിക്കും. ഒന്നുകിൽ ഈ മക്കളൊക്കെ വലിയ ജോലിയും കാര്യമൊക്കെ ആയിട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ഒരാൾ അമേരിക്കയിലും ഒരാൾ കാനഡയിലും ഒരാൾ UK ആയിരിക്കും ഉണ്ടാകുക. ഈ ഉമ്മാനെ ഉപ്പാനെ നോക്കാൻ പോലെ അവർക്ക് ചിലപ്പോൾ സമയം കിട്ടുന്നുണ്ടാവില്ല, എന്തോ അതിൻ്റെ സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു നിരാശയും ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, എന്നെ നോക്കിയില്ല, ഞാൻ ഇത്രയും കാലം നോക്കി. അപ്പൊ എന്താ ചെയ്യുക? മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ വസിയത്തിന്റെ സമയത്ത് എൻ്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ യത്തീംഖാനെ കൊണ്ട് എഴുതിയിരിക്കുന്നു, എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ പാവപ്പെട്ടവനുണ്ട് കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ശരീഅത്ത് ഒരിക്കലും അന്യായത്തിനൊരിക്കലും കൂട്ടു നിൽക്കൂല. എന്നോട് എൻ്റെ മകളോ അന്യായം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ്, ആ തെറ്റിന് വേറൊരു തെറ്റല്ല പരിഹാരം. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എത്ര വസിയത്ത് ചെയ്യാം, ഫുള്ള് വസിയത്ത് ചെയ്യാൻ പാടില്ല. വസിയത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് സമ്പത്തിന്റെ 1/3 മാത്രം.
എന്ന് പറഞ്ഞാൽ ഞാൻ മരണാസന്നനായി കിടക്കുമ്പോൾ എനിക്ക് 3 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വസിയത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് 1 ലക്ഷം രൂപ മാത്രമാണ്. 1 ലക്ഷം രൂപൻ്റെ മേൽ ഞാൻ 2 ലക്ഷം, എനിക്ക് എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യനോടൊക്കെ ഭയങ്കര ദേഷ്യം. ഞാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ സ്വത്ത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും കിട്ടണ്ട. ജീവിതകാലത്ത് എന്നെ തിരിഞ്ഞു നോക്കാത്ത എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്തിനാ എൻ്റെ സ്വത്ത്? ഞാനിതാ 3 ലക്ഷവും മദ്രസക്ക് വേണ്ടി ഞാൻ സംഭാവന ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ 2 ലക്ഷം പോകത്തില്ല. അത് മദ്രസക്കാർ വാങ്ങാനും പാടില്ല, അത് ഹറാമാണ്. അത് വസിയത്തിന്റെ കാറ്റഗറിയിൽ വാങ്ങാൻ വേണ്ടി പാടില്ല. ഈ 1 ലക്ഷം മാത്രം സ്വീകരിക്കാം. ആർക്കാണ് കൊടുക്കണമെന്ന് പറഞ്ഞത് അത് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. ബാക്കി 2 ലക്ഷം അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ അനന്തരാവകാശികൾ പറയാണ് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്, അതിൽ അവർക്ക് അവകാശം ഉണ്ടല്ലോ, അത് അള്ളാഹു കൊടുത്ത അവകാശമാണ്. വസിയ്യത്തും മിനല്ലാഹ്, അള്ളാഹു ഉപയോഗിച്ച പദമാണ്. അനന്തരാവകാശത്തിന്റെ നിയമമൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വസിയ്യത്താണ്. അവര് പറയാണ് പോട്ടെ വാപ്പ പറഞ്ഞതല്ലേ മദ്രസക്ക് കൊടുക്കുകയാണെന്ന്, ഞാൻ എൻ്റെ ഓഹരി വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ അനന്തരാവകാശികളും പറഞ്ഞാൽ 3 ലക്ഷം രൂപ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അത് മുഴുവനായി ഈ മരണപ്പെടുന്ന ആൾ ആർക്കാണോ പറഞ്ഞത് അയാൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അവർ പറയാണ് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട വറാസത്താണ്. അയാളുടെ റൂഹ് പോകലോടുകൂടി അവൻ്റെ അക്കൗണ്ടിലേക്ക് അത് മാറി, അത് പിന്നെ കൊടുക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് 3-1 വസിയത്ത് ചെയ്യാം എന്നാണ്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായി വേദനയിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അദ്ദേഹം പറയുണ്ടായി, യാ റസൂലല്ലാഹ് ഖദ് ബലഗ ബി മിനൽ വജ്ഇ മാ തറ, തങ്ങളെ എനിക്ക് വന്നിരിക്കുന്ന വേദനകൾ കാണുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങേയറ്റം വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലാണ് ഞാനുള്ളത്. എനിക്കൊരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്ത്. പക്ഷേ എനിക്ക് ആകുള്ളതൊരു മോളാണ്, ഒറ്റ മോളെ എനിക്കുള്ളൂ. ഇതെല്ലാം കൂടി ഇവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 2 ഭാഗം, നേരത്തെ പറഞ്ഞതുപോലെ ആൾക്ക് 3 കോടി ഉണ്ട് എന്ന് വിചാരിക്കുക. ഷാദ് ബിൻ അബൂ വഖാസ് റളിയല്ലാഹു ഇന്നത്തെ ഇന്ത്യൻ റുപ്പി അതിനെ നമ്മൾ കണക്ക് കൂട്ടിയാൽ 3 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. നബിയെ ഞാൻ 2 കോടി ഞാൻ വസിയത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. 2 കോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ തിരുത്താനാണ് പണ്ഡിതന്മാർ. അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കേണ്ടവരാണ് കാര്യപ്പെട്ട ആളുകൾ. നബി തങ്ങൾ പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ 1.5 കോടി, ഞാൻ എൻ്റെ ഭാഷയിൽ 1.5 കോടി വശത്തർ അര ഞാൻ കൊടുക്കട്ടെ എന്ന് വെച്ചു. നബി തങ്ങൾ പറഞ്ഞു അതും വേണ്ട എന്ന് പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വസുലുസ് 1 കോടി കൊടുക്കട്ടെ എന്ന് വെച്ചു. 3-1 സംഭാവന ചെയ്യട്ടെ, വസിയത്തായി എഴുതട്ടെ. നബി തങ്ങൾ പറഞ്ഞു വസുലുസ് കസീർ, 3-1 തന്നെ ധാരാളാണ്. നബി തങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നറിയുമോ? നീ മുഴുവൻ സമ്പത്തും പാവപ്പെട്ടവരെ വേണ്ടിയും അഗതികൾക്ക് വേണ്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല നീയത്തിൽ കൊടുത്താലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളോടും കുടുംബത്തിനോടൊക്കെ ഉള്ള ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെ വസിയത്ത് ചെയ്താലും ശരി, അവരെ നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടുന്നവരായി അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ദിക്കുന്നവരായി നിലയിൽ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അവർ മാന്യമായി ജീവിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസ്സുലുസു കസീർ, 3-1 തന്നെ ധാരാളമാണ്. മാക്സിമം പോയ 3-1, അതിനേക്കാൾ വസിയത്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് അതാണ് അള്ളാഹു പറഞ്ഞത് ബിൽ മഅറൂഫ്, മാന്യമായ നിലക്ക് വസിയത്ത് ചെയ്യണം. എന്താ വസിയത്ത് ചെയ്യേണ്ടത്? ഏത് മേഖലയിലാണ് വസിയത്ത് ചെയ്യേണ്ടത്? സ്ഥായിയായി നിലനിൽക്കുന്ന നന്മകൾ വസിയത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇത് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലാകാറുണ്ട് ഇത് ഇപ്പല്ലല്ലോ ഉസ്താദെ, ബാറ്റിൽ ഇപ്പം 10-40 വയസ്സേ ആയിട്ടുള്ളെങ്കിൽ എനിക്കൊരു 30 വയസ്സേ ആയിട്ടുള്ളൂ, 45 വയസ്സേ ആയിട്ടുള്ളൂ. അതൊക്കെ കുറച്ചൊരു 65-75 അല്ല മുടിയൊക്കെ ഫുള്ള് നരച്ച് അല്ലെങ്കിൽ പറഞ്ഞാൽ വളരെ അവശനായി അപ്പോഴല്ലേ എന്ന നിലക്ക് നമ്മൾ ചിന്തിച്ചു പോകരുത്. നമ്മൾ ആലോചിച്ച് വെക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച്. എവിടത്തേക്ക് നമ്മൾ വസിയത്ത് ചെയ്യണം? നമ്മളുടെ അക്കൗണ്ടിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡറി അക്കൗണ്ടിലേക്ക് എപ്പോഴും നന്മ വരുന്നിടങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ഏർപ്പാടുകൾ, വീടിൻ്റെ ഏർപ്പാടുകൾ. ഇനി നമ്മൾ നോക്കിയാൽ പുതിയ തലമുറ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അവർക്ക് വിവാഹം കഴിക്കാനുള്ള അടിസ്ഥാനപരമായ തുകയില്ല എന്നുള്ളതാണ്. ആർഭാട കല്യാണത്തിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർക്ക് ഒരു പെണ്ണ്, ആ പെണ്ണിന് വീട് ഒരു നോർമൽ വീടെടുത്ത് കൊടുക്കാൻ, ഒരു മുറി എടുത്തു കൊടുക്കാൻ പോലും വാപ്പാൻ്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ആ പെണ്ണ് അവിവാഹിതയായി സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ അവളെ മോശമായി ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥകളിലേക്കൊക്കെ പോകുന്ന ഭീകരമായ കാഴ്ച. ഒരു ഭാഗത്ത് സ്ത്രീകൾ ഇങ്ങനെ, ഒരു ഭാഗത്ത് ചെറുപ്പക്കാർ, അവന് ജോലിയുണ്ട് പക്ഷെ ഇന്നത്തെ ഗോൾഡിന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ വിവാഹം എന്ന് പറഞ്ഞാൽ പോലും അത് ലക്ഷങ്ങളാണ്. നമ്മുടെ ഏറ്റവും മിനിമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു വിവാഹം നമ്മൾ സങ്കല്പിച്ചാൽ പോലും അതുപോലും കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് എങ്കിൽ
ഇങ്ങനെയുള്ള ആളുകൾ, ഇവർക്ക് വേണ്ടി നമ്മളൊരു തുക വസിയത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ എമൗണ്ടിന് വസിയത്ത് ചെയ്യുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ പണം കൊണ്ട് വിവാഹം കഴിക്കുന്നു. ആ ചെറുപ്പക്കാരൻ പാതിവൃത്യത്തോടുകൂടി വ്യഭിചാരത്തിൽ നിന്നും ശുദ്ധനായി വ്യക്തി ശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പള്ളിക്ക് കൊടുക്കുന്നതിനേക്കാൾ, ഞാൻ അങ്ങനെ തന്നെ പറയും, ഒരു പക്ഷേ ഒരു പള്ളിക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന, പള്ളിയിൽ കൊടുത്താൽ അത് വലിയ സ്വഭാവമുള്ള കാര്യം ഞാൻ ചെറുതാക്കല്ല. കാരണം ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപകടവും ഭീതിയും കൂടുതൽ ഏതിലാണോ അതിലേക്ക് തിരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു പള്ളിയിൽ കൊടുത്താൽ മാക്സിമം എന്താണ് സംഭവിക്കുക? അവിടെ ആളുകൾ വരും, നിസ്കരിക്കും, നോമ്പ് നോൽക്കും, അവിടെ ആ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഒരു മനുഷ്യൻ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കൊടുക്കിൻ, ആ മനുഷ്യൻ കല്യാണം കഴിക്കലോടുകൂടി അത് ഹലാലായ ഭാര്യയായി മാറുന്നു. അവന്റെ ഫസ്റ്റ് കിട്ടുന്ന ഗുണം എന്താണ്? അവന് കിട്ടുന്ന ഇഫ്ഫത്താണ്. പള്ളി ഉണ്ടാക്കിയതുകൊണ്ട് ഇഫ്ഫത്ത് ഉണ്ടാവില്ല. ഞാൻ വിമർശിക്കല്ലോ കേട്ടോ, ഞാൻ അതിനെ നിസ്സാരപ്പെടുത്തുകയല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു വൈഡായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു മേഖല ആരോഗ്യത്തിന്റെ മേഖലയാണ്. നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ, അമേരിക്കയിലെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇന്ത്യയിലെ കേരളത്തിലെ ഹോസ്പിറ്റലുകളൊക്കെ അവർ വിലക്ക് വാങ്ങാനുള്ള പദ്ധതികൾ ഇട്ടു തുടങ്ങി, പലതും പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് പേര് കേൾക്കുന്ന മിംസ് പോലെ, BMH പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റലൊക്കെ അവർ ഏകദേശം എഗ്രിമെന്റിലേക്ക് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ചെലവിന്റെ 4 ഇരട്ടി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ 3 സ്റ്റാർ ആക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ എന്ത് ചെയ്യും ഈ പാവപ്പെട്ടവൻ? ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം, നിലത്ത് കടത്തപ്പെടുന്നു, പ്രസവിച്ചിട്ട് തലയടിച്ചിട്ട് കുഞ്ഞ് ചത്തുപോകുന്നു. ഇതൊക്കെ അവസ്ഥകൾ അവിടെ പരിതാപകരമാണ്. അപ്പൊ നമ്മൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ കിടക്കാൻ, ഇതിങ്ങനെ പോയടത്ത് തന്നെ പിന്നെയും പോകേണ്ട ആവശ്യമില്ല. പോയടത്ത് തന്നെ പിന്നെ പോയി നമ്മുടെ പണം അവിടെ കെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമുക്കറിയില്ല ഉസ്താദ്, ആരാ രോഗി, ആരാണ് ഉണ്ടാകുക, നമ്മൾ അങ്ങനെ വ്യാപകമായി കൊടുക്കല്ലേ, നിങ്ങളുടെ ട്രസ്റ്റിനെ ഏൽപ്പിക്കും. ഇതിനു വേണ്ടി രൂപീകരണങ്ങളും സംഘടനകളും ഉണ്ടാകണം, ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ തലശ്ശേരി എന്ന് പറഞ്ഞ പ്രദേശം, ഇവിടെ ഇങ്ങനത്തെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ടാകണം. ഹോസ്പിറ്റലിലേക്ക് ഒരു ടീം വരുന്നു, എല്ലായിടത്തും നന്മയുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോ. അവിടെ ഒരു മനുഷ്യന്റെ ബില്ല് ഇത്രയാകുന്നു, ബില്ലടക്കാൻ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് കൊടുക്കാത്ത സംഭവങ്ങൾ വരെ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബില്ലടക്കാൻ പൂർത്തിയാക്കാൻ കഴിയാഞ്ഞിട്ട് ഡിസ്ചാർജ് കൊടുക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുമായി കോണ്ടാക്ട് ചെയ്യട്ടെ, ഇതാ പാവപ്പെട്ടൊരു മനുഷ്യൻ സർജറി തുടങ്ങാത്ത സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കത്തി വെക്കണമെങ്കിൽ, അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം 50,000 രൂപ. എന്ത് ചെയ്യും? ആക്സിഡന്റ് ആയതാണ്, ക്രൈസിസ് ആണ്, എന്ത് ചെയ്യും? എന്ത് കൊടുക്കും? കരട് ഉരുട്ടി കൊടുക്കാൻ പറ്റുമോ? കിഡ്നി ഉരുട്ടി വിൽക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കപ്പെടാനാണ് ഇങ്ങനത്തെ എമർജൻസി ഫണ്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് ആരുണ്ടാക്കിയെടുക്കും? പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ, മനുഷ്യന്മാർ മുഴുവനും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എങ്ങനെ എൻ്റെ ബിസിനസ്സിനെ കോടികളിൽ നിന്നും കോടികളിലേക്ക് മറിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ മുഅ്മിൻ ചിന്തിക്കുന്നത് ആ അർത്ഥത്തിലല്ല. അതല്ല ഈമാന്റെ ചിന്ത. ഒരു മുഅ്മിൻ ചിന്തിക്കുന്നത് എൻ്റെ പണം അത് എങ്ങനെ മറ്റുള്ളവന് ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഈ ഏരിയകളിലേക്ക് നമ്മൾ തിരിക്കണം നമ്മുടെ ഫണ്ടിനെ. അപ്പൊ ഇങ്ങനെ വസിയത്ത് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ, അതിന് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിന് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നമ്മൾ സാധാരണ സക്കാത്തിനെ പറ്റിയിട്ടാണ് പറയാറുള്ളത്. ഉമ്മത്തിന്റെ സാമ്പത്തിക പ്രശ്നം മുഴുവൻ പരിഹരിക്കാനാണ് സക്കാത്ത്. അങ്ങനെ നാല് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഉമ്മത്തിന്റെ മുഴുവൻ പ്രശ്നം സക്കാത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയൂല. കാരണം സക്കാത്ത് എത്രയുള്ളത്? സക്കാത്ത് എത്ര കൊടുക്കേണ്ടത്? 2.5% മാത്രം. പക്ഷേ വസിയത്തോ നിങ്ങൾ നോക്ക്, 3 കൊടുക്കാന്നാണല്ലോ ഷറഅ് പറഞ്ഞത്. എത്രത്തോളം ഫുഖഹാ എഴുതി? എൻ്റെ മക്കളും എൻ്റെ അനന്തരാവകാശികളൊക്കെ സമ്പന്നന്മാരാണെങ്കിൽ 3 തികച്ചും വസിയത്ത് ചെയ്യല സുന്നത്ത്. അങ്ങനെയല്ല, അത്യാവശ്യം പാവപ്പെട്ടവരാണെങ്കിൽ 3 ആക്കണ്ടെങ്കിൽ 5 6 മാത്രം വസിയത്ത് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ ഒരു ഭാഗത്ത് സക്കാത്തിന്റെ ഫണ്ട് കൃത്യമായി അതിന്റെ ഫിഖ്ഹി നിയമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, അതിന്റെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നു. മറ്റും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സക്കാത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി റിസ്ട്രിക്ഷൻസ് കൂടുതലാണ്. സക്കാത്തിന്റെ ഫണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. സക്കാത്തിന്റെ ഫണ്ട് ഫക്കീറിനെ കൊടുക്കാൻ പറ്റും, മിസ്കിനെ കൊടുക്കാൻ പറ്റും, അങ്ങനെ കുറെ റിസ്ട്രിക്ഷൻസ് കൂടുതലുണ്ട്. എന്നാൽ വസിയത്ത് അങ്ങനെയല്ല. കാഫിറിന് വരെ വസിയത്ത് ചെയ്യാം. ഒരാള് പുതു മുസ്ലിമായി സങ്കല്പിക്കുക, ഒരാൾ പുതു മുസ്ലിമാണ്, അയാൾ ഉമ്മയും വാപ്പയും അങ്ങനെ തന്നെ കുഫർ നിലകൊള്ളുകയാണ്. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇയാൾ മരിച്ചാൽ ഇയാൾ ഉമ്മാക്കും ഉപ്പാക്കും അനന്തരാവകാശം കിട്ടൂല. കാരണം അനന്തരാവകാശം കിട്ടാനുള്ള നിബന്ധനകളിൽ ഒന്ന് 2 ആള് മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാ. പോകൂല. ഇവിടെ വസിയത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അപ്പൊ വസിയത്തിന്റെ അത് ചെലവഴിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സക്കാത്തിനേക്കാൾ വിശാലമായ ഏരിയയാണ്. സക്കാത്തിന്റെ പൈസ യത്തീംഖാനക്ക് കൊടുക്കാൻ പാടില്ല. സക്കാത്തിന്റെ ഫണ്ട് അത് പേഴ്സണൽ ഫണ്ടാണ്, ഒരാൾക്ക് കൊടുക്കേണ്ടതാണ്. ഒരാൾക്ക്, ഇതാ ഫക്കീറായ ഒരു മനുഷ്യൻ
യത്തീം ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടിക്ക്, ഫക്കീറായ ഒരു കുട്ടിക്ക് വേണ്ടി കൊടുക്കാം, അതല്ല അത് പിന്നെ എത്തിക്കാനെ കൊടുക്കലല്ല, അതൊരു വ്യക്തി കൊടുക്കലായി. എന്നാൽ വസിയത്ത് അങ്ങനെയല്ല, കൊടുക്കാൻ വേണ്ടി പറ്റും. ചികിത്സക്ക് വേണ്ടി അയാൾ മിസ്കീനാണെങ്കിൽ മാത്രമേ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. ഒരുപക്ഷെ ഇത്ര ഡീറ്റെയിലിൽ പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഇത്ര ബോധത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം ഈ വിഷയത്തിൽ. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് ആ രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ആസ്വദിക്കട്ടെ, ഞാനിങ്ങനെ ആസ്വദിച്ച് മാക്സിമം എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കുക. പ്രിയമുള്ളവർ, നമ്മളൊക്കെ മരിച്ചു പോണ്ട ആളുകൾ ഒന്നും കൊണ്ടുപോകൂല. നമ്മൾ മൂന്ന് വെള്ളത്തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകും എന്ന വാക്ക് നമ്മൾ ഒന്നും കൂടി ഒന്ന് റീപ്രോസസ് ചെയ്തൊന്ന് ചിന്തിക്കുക. 3 വെള്ളത്തുണിയിൽ നമ്മൾ ചുറ്റിങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താ നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ഇട്ട മോതിരില്ല, നമ്മൾ കെട്ടിയ വാച്ചില്ല, നമ്മൾ ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഐഫോൺ നമ്മുടെ കയ്യിലില്ല, നമ്മൾ ഓടിച്ച വാഹനം നമ്മുടെ കയ്യിലില്ല. പക്ഷെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല നമുക്ക് മുമ്പിൽ വാതിൽ തുറന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതാണ് ഈ വസിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സമ്പത്തിനെ നന്മക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു മേഖലയായി വസിയത്തിനെ നമുക്ക് കാണാം. രണ്ടാമത്, നിർബന്ധമായി ചെയ്യേണ്ട ഒരു വസിയത്തുണ്ട്. എന്താ നിർബന്ധമായി ചെയ്യേണ്ട ഒരു വസിയത്ത്? എനിക്ക് ബാധ്യതകളുണ്ട് എങ്കിൽ, ഞാനൊരാളത്തിന് 2 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. ശരിക്കും ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് 2 ലക്ഷം കടം വാങ്ങുമ്പോൾ ആ കടം എഗ്രിമെൻ്റായിട്ട് എഴുതണം, സാക്ഷികളെ നിർത്തണം. ഇങ്ങനെയൊക്കെയാണ് നിയമം. എന്തിന്? അഥവാ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അനന്തരാവകാശിൻ്റെ അടുത്ത് പോയിട്ട് ഇയാൾക്ക് ചോദിക്കണമെങ്കിൽ തെളിവ് വേണം. ഇന്ന് പിന്നെ ട്രാൻസാക്ഷന് വേറെയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും അത് എഴുതി കഴിഞ്ഞാൽ അത് ക്ലിയറായി, സ്പെസിഫിക്കായി. പക്ഷേ ചില സമയത്ത് ആ കടം വാങ്ങിയത് എനിക്ക് മാത്രമേ അറിയണ്ടാവൂ, അയാളും ഞാനും തമ്മിൽ മാത്രം അറിയുന്നൊരു ഇടപാട്. അത്രയും അവൻ്റെ പ്രയാസത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ ഒരാളെ വിളിക്കുന്നു, അയാൾ എനിക്ക് പൈസ തരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ എനിക്ക് ബാധ്യതകൾ ഉണ്ട് എങ്കിൽ ഈ ബാധ്യതകൾ വീട്ടാൻ വേണ്ടി ഞാനൊരാളെ ഏൽപ്പിക്കണം. അതും വസിയത്ത് ചെയ്യണം. ഞാൻ എൻ്റെ വിശ്വാസയോഗ്യതയുള്ള അറിവും പക്വതയുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞതാ, ഞാൻ ഇന്ന ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട് കേട്ടോ, ഇന്ന ആളുകൾക്ക് ഇത്ര പണം കടം കൊടുക്കാനുണ്ട്. അഥവാ ഞാൻ മരിച്ചു പോയാൽ ഈ സ്വത്ത് മുഴുവൻ അനന്തരാവകാശികൾ വീതിക്കുന്നതിന് മുമ്പ് അവരോട് പറയണം, എന്താ നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ, അയാൾക്ക് ഇന്ന കടങ്ങൾ ഉണ്ടായിരുന്നു, അത് വാപ്പ എഴുതിയിട്ട് ഒപ്പിട്ടിട്ടുണ്ട്, ഞാനാണ് സാക്ഷി, ഇയാളാണ് സാക്ഷി, ഇത് വീട്ടാൻ നിങ്ങൾ തന്നെ സന്നദ്ധമാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വസീയ് എന്നാണ് പറയാം. ഞാനൊരാളെ നിശ്ചയിക്കണം അങ്ങനെ ജീവിതകാലത്ത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആരറിയുന്നില്ല. ഈ സാധു ചിലപ്പം വിചാരിക്കും ഞാൻ പോയിട്ട് ചോദിച്ചാൽ ഞാനാണ് നിന്ദിക്കപ്പെടുക, വാപ്പ മരിച്ചപ്പോൾ സ്വത്ത് കെട്ടെടുക്കാൻ വേണ്ടി കളവ് പറയുന്നു എന്ന് കരുതിയിട്ട് ഇയാൾ അവഹേളിക്കപ്പെടും എന്ന് വിചാരിച്ചത് കൊണ്ട് അയാൾ ചിലപ്പോൾ മാന്യനാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാൻ തന്നെ വരില്ല, ചെറിയ എമൗണ്ട് ആണെങ്കിലൊക്കെ ആണെങ്കിൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വസിയത്ത് നമ്മൾ നടത്തി കഴിഞ്ഞാൽ അത് എളുപ്പമാകും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാനുണ്ട്. 5 വർഷത്തെ സക്കാത്ത് ഞാൻ കൊടുത്തിട്ടില്ല, ആർക്കും ഇതൊന്നും ആരും ചോദിക്കുന്ന കാര്യമില്ലല്ലോ. ഇങ്ങനെ പ്രത്യേകം നമ്മൾ ചെക്ക് ലിസ്റ്റ് ഒന്നും ഇട്ടിരുന്നും പൂരിപ്പിക്കാറില്ലല്ലോ. സക്കാത്ത് കൊടുത്തോ, നിസ്കരിച്ചോ എന്നൊന്നും. സക്കാത്ത് കൊടുത്ത് വീട്ടാനുണ്ട് എങ്കിൽ ഞാൻ ഇയാളോട് പറയണം, ഒരാളെ ഏൽപ്പിച്ചിട്ടിതാ ഞാൻ 5 കൊല്ലത്തെ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഞാൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നില്ല, അതിന്റെ എമൗണ്ട് ഇത്രയാണ്, ഇത്ര ശതമാനമാണ് കൊടുക്കാനുള്ളത്, ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ നീ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഓനോട് കൊടുക്കാനല്ല കേട്ടോ, അതല്ല ഈ വസിയ്യ് എന്ന് പറഞ്ഞാൽ. എൻ്റെ സമ്പത്തിൽ നിന്നും നീ ഇതെടുത്ത് കൊടുത്ത് വിടണം. ഞാൻ എങ്ങാനും അകാലത്തിൽ മരണപ്പെട്ടു പോയാൽ, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, നിങ്ങൾ കൊടുക്കണം. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരാൾ നിസ്കാരം ഖളാ ആക്കിയാൽ അത് അയാൾ ഖളാ വീട്ടണം. നോമ്പ് ഒരാൾ നോമ്പ് എടുത്തില്ല, കാരണത്തിന്റെ പേരിലോ അകാരണമായിട്ടോ, അയാൾ നോമ്പെടുത്ത് വീട്ടണം എന്നാണ്. അയാൾ നോമ്പെടുത്ത് വീട്ടണം. ഇനി അയാൾ 60 നോമ്പ്, അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഒരാൾ 60 നോമ്പ് അയാൾക്ക് എടുക്കാനുണ്ട്. അയാൾ സ്ഥിരം രോഗിയായ ആളുമല്ല, അയാൾക്ക് നോമ്പെടുത്ത് വീട്ടാൻ കഴിയും. പക്ഷെ അതിനു മുമ്പ് അയാൾ മരിച്ചു പോവാണ്. എന്താ ഇസ്ലാമിന്റെ നിയമം എന്നറിയോ? അയാളുടെ ബന്ധുക്കളിൽപ്പെട്ട ചില ആളുകൾക്ക്, അനന്തരാവകാശികൾക്ക് വേണമെങ്കിൽ ഇയാൾക്ക് പകരം നോമ്പെടുത്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. അല്ലെങ്കിൽ ഓരോ നോമ്പിന് പകരം ഒരു മുദ്ദ അരി കൊടുക്കാം. 2 ഓപ്ഷനുണ്ട്. ഇത് അപ്പൊ എനിക്കത്ര നോമ്പ് എടുത്ത് വീട്ടാനുണ്ടെന്ന് അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ. അതെങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ വസീനോട് പറയണം, ദാ സുഹൃത്തെ, നീ എൻ്റെ ആത്മസുഹൃത്താണല്ലോ, എൻ്റെ എല്ലാം അറിയുന്നതാണ്, ഇതാ എനിക്കൊരു 40 നോമ്പ് ബാക്കിയുണ്ട്, 25 നോമ്പ് എനിക്ക് ബാക്കിയുണ്ട്, എനിക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ അതിന്റെ പകരം ആ മുദ്ദരി നീ കൊടുത്തേക്കണം, എൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട്. അല്ലെങ്കിൽ നീ പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി ആ നോമ്പെടുത്ത് കൂട്ടണം. ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അടിസ്ഥാന നിയമം അനുസരിച്ചിട്ട് ഒരാൾക്ക് വർഷങ്ങളോടുള്ള നിസ്കാരം ഖളാ ആയിട്ടുണ്ട്. അല്ലാഹു നമുക്കൊക്കെ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടാനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങണം. ഇപ്പം എനിക്കറിയാം, ഞാൻ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ 2 വർഷത്തെ നിസ്കാരം ഖളാ വീട്ടാനുണ്ട് എനിക്ക്.
അപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇത് ഒരാളോട് പറഞ്ഞു വെക്കണം. ഇതെന്തിനാ ഈ പറയുന്നത് അറിയോ? അടിസ്ഥാന നിയമം അനുസരിച്ചിട്ട് നിസ്കാരം വേറൊരാക്കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പറ്റൂല. ചില പണ്ഡിതന്മാർ, ഇമാം സുബ്കി റഹിമഹുല്ലാഹി പോലുള്ള ആളുകളൊക്കെ അയാൾ മരിച്ചുപോയല്ലോ, അയാൾ മരിച്ചുപോയി. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കുറേ നിസ്കരിക്കാൻ ബാക്കിയുണ്ട്, 5 കൊല്ലത്തെ നിസ്കാരം ബാക്കിയുണ്ട്, ഞാൻ മരിച്ചുപോയി, ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് 5 കൊല്ലത്തെ നിസ്കാരം ബാക്കിയുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി ഓരോ നിസ്കാരത്തിന് പകരം ഒരു മുദ്ദരിയെങ്കിലും കൊടുക്കാം എന്നാ. ഇത് പ്രബലമായ അഭിപ്രായമല്ല കേട്ടോ, പക്ഷെ ചില പണ്ഡിതന്മാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അള്ളാഹുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് കിട്ടാനുള്ള കടം അതും നമ്മൾ എഴുതി കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. എൻ്റെ സന്താനങ്ങളുടെ വിഷയത്തിൽ യത്തീമുണ്ട് എൻ്റെ കീഴിൽ, ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ, അങ്ങനെ ചില നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട്, ആരും അറിയാത്ത നന്മ. ഇത് നമ്മൾ മരണത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതും നമ്മൾ അറിയിച്ചു കൊടുക്കണം. എന്താ കാര്യം? ഞാൻ മരിച്ചാൽ പിന്നെ നിൽക്കാൻ പാടില്ലല്ലോ. ഒരാൾ പറഞ്ഞതാ, ഞാൻ ഇന്ന് സ്ഥാപനത്തിൽ, നമ്മൾ ഈ അടുത്താണ് ഒരാൾ, നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഒരു സാധാരണ കച്ചവടക്കാരനാണ് അദ്ദേഹം. മരണത്തിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഒരു യത്തീം ഖാനയിൽ എല്ലാ മാസത്തിലോ ആഴ്ചയിലോ, എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അദ്ദേഹം ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ മരണത്തോടുകൂടി അദ്ദേഹം കൊടുത്തതുപോലെ ഇല്ല, അത് മുറിഞ്ഞു. എന്താ സംഭവിക്കുന്നത് ഇവിടെ വിഷയം? നമ്മൾ അവിടെയും വസിയത്ത് ചെയ്യണം. ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് നിൽക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ സ്വത്തിൽ നിന്ന് ഇത്ര മാറ്റി വെച്ചിട്ട് ആ നന്മകൾ തുടരണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇതൊരിക്കലും അന്യായമായിട്ടുള്ള രീതിയിലാകാൻ വേണ്ടി പാടില്ല, ഹറാമിന് വേണ്ടി ആകാൻ വേണ്ടി പാടില്ല. തിന്മയായ ഒരു ഏരിയയിലേക്ക് നമ്മൾ വസിയത്ത് ചെയ്യാറുണ്ട്. എന്തൊക്കെ വസിയത്ത് ചെയ്യാറെന്ന് അറിയോ? ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ എളാമാക്കാൻ എൻ്റെ മയ്യത്ത് കാണിക്കാൻ വേണ്ടി പാടില്ല, ഞാൻ വസിയത്ത് ചെയ്യുന്നു. കുടുംബക്കാരൊക്കെ പിന്നെ ഭയങ്കര ഉഷാറായിരിക്കും. എളാമാൻ്റെ വസിയത്താണ്, അല്ല എൻ്റെ ഉമ്മാൻ്റെ വസിയത്താണ്, എളാമാക്ക് കാണിക്കരുത് എന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ബാരിക്കേഡ് വെച്ച് തടയലായി, കുഴപ്പമായി, കുലുമാലായി. പ്രിയമുള്ളവരെ, ശറഈന് വിരുദ്ധമായ ഒരു വസിയത്ത് നടപ്പിലാക്കേണ്ടതില്ല. ഒരു വസിയത്താകുന്ന എപ്പോഴാണ്? അത് ശറഈനോട് യോജിച്ചതാകുമ്പോഴാണ്. ഒരാൾ പറയാണ്, പിന്നെ ഞാൻ മരിച്ചാൽ എൻ്റെ മുഖം ഇന്നാൾക്ക് കാണിക്കാൻ പാടില്ല, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ ഇന്നാൾ പങ്കെടുക്കാം, അത് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. എൻ്റെ മയ്യത്ത് ആരൊക്കെ കാണും? ശറ അനുവദിച്ച ആളുകൾക്ക് കാണാം. ഞാൻ മരിച്ചാൽ ഞാൻ പുരുഷനാണ്, പുരുഷന്മാർക്കൊക്കെ എന്നെ കാണാം, എൻ്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്നെ കാണാം, മഹറമായ സ്ത്രീകൾക്ക് എന്നെ കാണാം. അത് തടയാനുള്ള അവകാശം അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല. അതിൻ്റെ മേൽ കത്തി വെക്കാനൊന്നും, അത് വസിയത്ത് കൊണ്ട് നമ്മൾ ആരും ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അത് നടപ്പിലാവുകയുമില്ല. അതാണ് അള്ളാഹു തആല ശേഷമുള്ള ഭാഗത്ത് പറഞ്ഞത്, ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി. അങ്ങനെ ഞാൻ ഈ പറയുമ്പോൾ നമ്മൾ ആരും വിഷമം തോന്നണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണല്ലോ. നമ്മൾ മരണാസന്നയിൽ അങ്ങനെ രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾക്ക് മാറും കേട്ടോ, നിങ്ങൾ ഇനിയും ഒരു 10 കൊല്ലം ജീവിക്കും കേട്ടോ എന്നൊന്നും നമ്മുടെ എല്ലാവർക്കും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ ഒന്നും കൊടുക്കരുത്. ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ ഉള്ളത് അങ്ങനെ രോഗശൈലിയിൽ പോയി കാണുന്ന ആളുകളെ നിങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കറിയാലോ, ഒരു റേഞ്ച് വെച്ചിട്ട് മരണാസന്നമായ രോഗമാണെങ്കിൽ അവർക്ക് തൗബ കൊണ്ട് പ്രേരിപ്പിക്കണം. ഏതായാലും നമ്മൾ 10-20 കൊല്ലം നമ്മൾ ജീവിച്ചു, നമ്മൾക്ക് മനുഷ്യന്മാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രേരണ കൊടുത്തിട്ട് മരണത്തിൻ്റെ ചിന്ത ഇട്ട് കൊടുക്കണം. അത് നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. വസിയ്യത്തിന് പ്രേരിപ്പിക്കണം നമ്മൾ അവരെ. സാലിബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ സംസാരിച്ചത് എന്ത് സംസാരമായിരുന്നു? വസിയ്യത്തിന് സംസാരമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ വസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പം ഇയാൾ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞതുപോലെ അന്യായമായ വസിയത്താണ്, എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ആ രീതിയിലാക്കണ്ട എന്നൊക്കെ ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇടപെട്ടിട്ട് മാന്യമായി പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ശറഈന് വിരുദ്ധമാണ്. ഇനി നമ്മൾ സങ്കല്പിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ 3 കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ, അയാൾ മരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, എൻ്റെ 3 കോടിയും പള്ളിക്ക് വേണ്ടി വഖഫ്, പള്ളിക്ക് വേണ്ടി വസിയത്ത് എന്ന് പറഞ്ഞു, എന്നെയാണ് സാക്ഷി നിർത്തിയത് എങ്കിൽ ഞാൻ അനന്തരാവകാശികളെ വിളിച്ചിട്ട് പറയണം, നിങ്ങളെ വാപ്പ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 3 കോടിയും പള്ളിക്ക് അല്ലെങ്കിൽ മദ്രസക്ക് അല്ലെങ്കിൽ യതീഖാന കൊടുക്കാൻ വേണ്ടി, ഇത് ശറഈന് യോജിച്ചതല്ല, ഇങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല, 1 കോടി മാത്രമേ അല്ലെങ്കിൽ 3-1 മാത്രമേ വസിയത്തായി പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നടുക്കുന്നുകൊണ്ട് ആരാണോ അവിടെ ഷാഹിദായി നിൽക്കുന്നത് അയാൾ നല്ല നിലക്ക് അതിനെ നന്നാക്കണം എന്നാ ഖുർആൻ പറയുന്നത്. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ് ബൈനഹും ഫലാ ഇസ്മ അലൈഹി. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വിഷയത്തിൽ വളരെയേറെ ജാഗ്രത നമ്മൾ പുലർത്തണം. അവസാനമായി ഞാനൊരു ഭാഗം കൂടി പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാം. ഒരു പക്ഷേ ഇതൊരു എല്ലാ മേഖലകളിലും ബന്ധപ്പെടുന്നതല്ല എങ്കിൽ പോലും നമ്മുടെ സമുദായത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. പ്രിയമുള്ളവരെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കലൊക്കെ അതിൻ്റെ രീതിയിലും അതിൻ്റെ കോലത്തിലൊക്കെ ചില മേഖലകളിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ഈ വസീയത്തുമായി ബന്ധപ്പെട്ടതായിട്ട് മാത്രം പറയാൻ. ചില ആളുകളുണ്ട് ആരറിയാതെ പോയി കല്യാണം കഴിക്കും, എന്തോ കാര്യമായിക്കോട്ടെ,
അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പോകുന്നില്ല. ഒരു മനുഷ്യൻ അറിയണ്ടാവില്ല അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞത്, ആ സ്ത്രീ മാത്രമേ അറിയുന്നുണ്ടാവും. ചിലപ്പോൾ ആ സ്ത്രീയിൽ മക്കളും ഉണ്ടാവും. അത് നമുക്ക് കൈഫത്തല്ല കേട്ടെ. നബി തങ്ങൾ നിക്കാഹിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ആലിനു നിക്കാഹ്, നിങ്ങൾ നിക്കാഹ് പരസ്യപ്പെടുത്തണം. കാരണം ഈ സ്ത്രീ ഇന്നാളതാണ്, ഈ പുരുഷൻ ഇന്നാളതാണ് എന്ന് ഉമ്മത്തിന് മനസ്സിലാകണം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ മനുഷ്യൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പക്ഷെ നിങ്ങളുടെ നിലവിലെ സാഹചര്യം അത് വെളിപ്പെടുത്താൻ പ്രയാസമുള്ളതാണ് എങ്കിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരാളത് ഏൽപ്പിക്കണം. ഇന്ന സ്ഥലത്ത് എൻ്റെ ഭാര്യയുണ്ട്, എന്താ കാര്യം എന്നറിയോ? ഇയാൾ മരിച്ചു എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ മരിച്ചു. ഇയാൾ മരിച്ചാൽ മക്കളുള്ള ഭാര്യയാണെങ്കിൽ 8-1 കിട്ടുമല്ലോ. 8-1 അനന്തരാവകാശം കിട്ടുമല്ലോ. ഷറഇന്റെ നിയമപ്രകാരം 8-1 800 രൂപ എന്ന് വിചാരിക്കുക. ഏറ്റവും മിനിമം എമൗണ്ട് 800 രൂപ. ഇയാൾക്ക് നിലവിൽ 2 ഭാര്യയുണ്ട്. ഇസ്ലാമിന്റെ നിയമപ്രകാരം 400 രൂപ ഈ സ്ത്രീക്കും 400 രൂപ ഈ സ്ത്രീക്കുവാ. ഇത് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക? ഈ സ്ത്രീ ഭാര്യയാണെന്ന് അറിഞ്ഞാലാണ്. ഒരു പക്ഷെ ഇങ്ങനെയുള്ള സാധു സ്ത്രീകളൊന്നും അനന്തരാവകാശം ചോദിച്ചിട്ടോ മക്കളെ ചെലവിന് ചോദിച്ചിട്ടോ ഒന്നും ഒരു ഉമ്മറപ്പടിയിലും കയറി വരൂല. പ്രിയമുള്ളവരെ, ആ 400 രൂപയും തിന്നുന്നത്, ആ 8-1 മുഴുവൻ വസൂലാക്കുന്നത് ഈ സ്ത്രീ ആയിരിക്കും. ആ കല്യാണത്തിൽ ഒരു ആൺകുട്ടി ഉണ്ട് എങ്കിൽ ഇവന്റെ സ്വത്തിന്റെ നേർപകുതിയിൽ ഇവരൊക്കെ അവകാശികളാകും, ഈ മക്കൾ മുഴുവനും. ഈ വിവരം ഒരാളോടും പറയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ലഭിക്കേണ്ട അനന്തരാവകാശമാണ് തടയപ്പെടുന്നത്. എങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള ചർച്ച വേറെ, അതല്ല ഞാൻ ഫോക്കസ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ഒളിക്കല്യാണം നടത്താൻ പറ്റുമെന്നുള്ള ചർച്ച പലയിടത്തും നടക്കുന്നുണ്ട്. ആർക്കും അറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇവർ വരികയും ചെയ്യില്ല. കാരണം വന്നതിന് അടി കിട്ടും, നാട്ടുകാരെ കയ്യിൽ നിന്ന് തെളിവില്ല, മരിച്ചാൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇടപാട് ചെയ്യുന്നുണ്ടെങ്കിൽ സാക്ഷികളെ നമ്മൾ നിലർത്തണം. വിഷയം ചില കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ പരസ്യമായി പറയാനുള്ള സ്പേസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു മനുഷ്യനെ ഏൽപ്പിക്കണം, ഇതാ ഇന്ന സ്ഥലത്തുള്ളത് എൻ്റെ ഭാര്യയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ അനന്തരാവകാശ സ്വത്തിൻ്റെ ഒരു ഭാഗം ആൾക്ക് കൊടുക്കണം കേട്ടോ. ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇത് സുന്നത്തും ഹലാലല്ല, വാജിബാണ് ഈ വസിയത്ത്. ഇന്ന സ്ഥലത്ത് എൻ്റെ മകനുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനന്തരാവകാശ സ്വത്തിൽ നിന്നും ഇത്ര ശതമാനം അവനിക്കുള്ളതാണ്, നീ അത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഏൽപ്പിക്കലും കൂടി നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒക്കെ സെക്കൻഡറി അക്കൗണ്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിശാലാർത്ഥത്തിൽ നന്മക്കുള്ള സ്പേസ് നമുക്ക് ഒരുക്കി തന്നിരിക്കാൻ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്ന വീഴ്ചകളും ഒക്കെ പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ആഖിബത്തും ആഖിറും അല്ലാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു വിഷയം പറയാനുള്ളത്, നമ്മുടെ കുന്നൂത്ത് മഹലിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാലോ, അതിൻ്റെ പുനർനിർമ്മാണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്നൊരു മഗ്‌രിബിന് ശേഷം മഹല്ല് സംഗമം വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ പള്ളിയാണ്, നമ്മളൊക്കെ സഹകരിക്കേണ്ട ആളുകളാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിആറാണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് മഗ്‌രിബിന് ശേഷം മഹല്ല് സംഗമം നടക്കുകയാണ്. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ മുഴുവൻ ഷിആറുകളെയും മറാക്കിസുകളെയും മദാരിസുകളെയും